വി.ഡി. സതീശൻ നടത്തുന്ന യാത്ര ജമാഅത്തിനെ വെള്ളപൂശാനാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇന്നും വിമർശനം തുടർന്ന പാർട്ടി സെക്രട്ടറി കോലീബി ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിന്റെ കോർഡിനേറ്റർ എന്നാണ് സതീഷിനെ വിശേഷിപ്പിച്ചത്. വിഷയം ഏത് രീതിയിൽ സജീവമാക്കി നിർത്താനാകും CPM ശ്രമം എന്നതാണ് ചോദ്യം. റഹീസ് റഷീദുണ്ട് വിവരങ്ങൾ നൽകാൻ. റഹീസ്, ഗുഡ് ഈവനിംഗ്. ഇത് തന്നെയാണ് ചോദ്യം. ഇതിപ്പോൾ എങ്ങനെയായിരിക്കും പ്രചാരണ ആയുധമാക്കുക എന്നുള്ളത്. എന്തായാലും സമസ്തയുടെ ഈ നിലപാട് കൂടി, ഉറച്ചു നിൽക്കുന്ന നിലപാട് കൂടി ആയതോടുകൂടി അത് വലിയൊരു ആയുധമായി തന്നെ CPM ഉപയോഗിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് തന്നെയായിരിക്കും പ്രധാന ആയുധം. ഇതിൽ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് അതിനെ ചൂണ്ടിക്കാട്ടി തന്നെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ടും പാർട്ടി സെക്രട്ടറിയുടെ നിലപാടും വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും കോലീബി ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിന്റെ കോർഡിനേറ്റർ എന്നാണ് വി.ഡി. സതീശിനെ വിശേഷിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ശ്രുതി, രാഷ്ട്രീയമായി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള വിമർശനങ്ങൾ അതേപടി തുടരാനാണ് CPIM തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇതേ സ്ട്രാറ്റജി ആയിരുന്നു CPM കൊണ്ടുവന്നിരുന്നെങ്കിൽ പോലും അത് രാഷ്ട്രീയമായി അവർക്ക് ഗുണം ചെയ്തിരുന്നില്ല. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്ന ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നം, ഒരു വശത്ത് RSS, മറുവശത്ത് ജമാഅത്തെ ഇസ്ലാമി ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കുന്നു എന്ന തരത്തിൽ പ്രചരണം നടത്തിയപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ നീക്കങ്ങൾ ഒരു സമുദായത്തിനെതിരായ നീക്കങ്ങൾ എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടോ എന്ന സംശയം CPIM-ന് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതല്ല സാഹചര്യം. മുസ്ലിം സമുദായത്തിൽ തന്നെ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ ഒരു മതസംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരെ CPIM ഏത് തരത്തിലാണോ എതിർപ്പുയർത്തുന്നത് അതിനേക്കാൾ വലിയ എതിർപ്പ് മുസ്ലിം സമുദായത്തിനകത്തെ പ്രബല മതസംഘടനയായ ഇരുവിഭാഗം സുന്നികളുടെ ഭാഗത്തു നിന്നും മുജാഹിദ് വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം നിന്ന് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പ്രചരണം നടത്തുമ്പോൾ അത് സമുദായത്തിനെതിരായ പ്രചരണമല്ല, പകരം അതിനകത്തെ ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയെ, സമുദായത്തിനകത്തെ മറ്റു മുസ്ലിം മത സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്നത് പോലെ ഞങ്ങളും വിമർശിക്കുന്നു, ഒപ്പം അവരെ കൂടി ഒപ്പം നിർത്തുക, സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളാണ് എന്ന തരത്തിൽ പ്രചരണം നടത്തുമ്പോൾ ഇരുവിഭാഗം സുന്നികളുടെയും UDF അനുകൂല നിലപാട് എല്ലാ കാലത്തും എടുക്കുന്ന മുജാഹിദ് 3 വിഭാഗങ്ങളുടെയും പിന്തുണ ഞങ്ങൾക്കൊപ്പം കിട്ടും എന്നൊരു വിചാരം കൂടി CPIM നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് നഷ്ടപ്പെട്ട ന്യൂനപക്ഷ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ ജമാഅത്തെ ഇസ്ലാമി വിമർശനം ഗുണകരമാകും എന്നവർ കരുതുന്നു. ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുമ്പോൾ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ വോട്ടുകൾ കൂടി അതിന്റെ പേരിൽ ഞങ്ങൾക്കൊപ്പം വരും. മതേതര നിലപാടുകളുള്ളവരും ഈ വിമർശനത്തെ സ്വാഗതം ചെയ്യും എന്നാണ് CPIM കരുതുന്നത്. അതുകൊണ്ട് ജാഥയിലുടനീളം ജമാഅത്തെ ഇസ്ലാമിയെയും അപ്പം വി.ഡി. സതീശനെയും ചേർത്തുള്ള എതിർ പ്രചരണങ്ങൾ ഉണ്ടാകും. അവിടെ ലീഗിനെ ഒരു പരിധിവരെ ആക്രമിക്കാതെ വി.ഡി. സതീശനെ ആക്രമിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിരോധത്തിലാക്കുക എന്നതാണ് CPIM കാണുന്ന ലക്ഷ്യം. ഓക്കെ, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.